തോമസ് ആൽവ എഡിസൺ താൻ കണ്ടുപിടിച്ച ഒരു വൈദ്യുത ബൾബിൻ്റെ പ്രദർശനം നടത്താൻ എല്ലാവരെയും വിളിച്ചുകൂട്ടി, ജനങ്ങളെയൊക്കെ വിളിച്ചുകൂട്ടി. അത് നല്ല ആൾക്കൂട്ടമൊക്കെ ഉണ്ടായിരുന്നു. ബൾബ് കത്തിക്കാനുള്ള ഒരുക്കത്തിനിടെ ഈ ബൾബ് അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റെ കയ്യിലാണ് ഇരുന്നത്. ഈ അസിസ്റ്റൻ്റെ കയ്യിൽ നിന്ന് ഈ ബൾബ് നിലത്ത് വീണ് പൊട്ടിപ്പോയി. എല്ലാവരും ഒന്ന് പകച്ചു. എഡിസൺ കോപിച്ച് പൊട്ടിത്തെറിക്കുമെന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ എഡിസൺ ഒരു കാര്യം പറഞ്ഞു: ഇത് പുനർനിർമ്മിക്കാൻ എനിക്ക് ഒരു 24 മണിക്കൂർ മതി, അതുകൊണ്ട് ഈ പ്രദർശനം നാളത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു എന്ന്, നാളെ നമുക്ക് കാണാം എന്ന് പറഞ്ഞ് അദ്ദേഹം അന്നത്തെ പ്രദർശനം ഒഴിവാക്കി. പിറ്റേന്ന് പുതിയതായി നിർമ്മിച്ച ബൾബുമായിട്ട് അദ്ദേഹം ജനങ്ങൾക്ക് മുന്നിലേക്ക് വന്നു. ആളുകൾ പഴുതുപോലെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ അസിസ്റ്റൻ്റ് ആണെങ്കിൽ അദ്ദേഹം തലേന്ന് വരുത്തിയ അപകടം കൊണ്ട് അദ്ദേഹം ദൂരെ മാറി നിൽക്കുകയായിരുന്നു. എഡിസൺ അദ്ദേഹത്തെ അടുത്തേക്ക് വിളിച്ചിട്ട് ഈ ബൾബ് ഏൽപ്പിച്ചു, ഈ പ്രദർശനത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. എല്ലാ ആൾക്കാരും അത്ഭുതപ്പെട്ടു പോയി. തൊട്ട് തലേ ദിവസം ഈ ബൾബ് താഴെയിട്ട് പൊട്ടിച്ച അതേ അസിസ്റ്റന്റിനെ വീണ്ടും ഈ ബൾബ് ഏൽപ്പിക്കാൻ ഇയാൾക്ക് എങ്ങനെ ധൈര്യം വന്നു എഡിസണോട് ഈ കാര്യം ഒരാൾ വളരെ വിഷമത്തോടൊക്കെ ചോദിച്ചു. അങ്ങേക്ക് എങ്ങനെ ഈ ഒരു വിശ്വാസം, ഒരു ധൈര്യം കിട്ടിയതെന്ന് ചോദിക്കുമ്പോൾ എഡിസന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: ഈ ബൾബ് ഒന്നുകൂടി ഒന്ന് പൊട്ടിപ്പോയാലും എനിക്കത് 24 മണിക്കൂർ കൊണ്ട് പുനർനിർമ്മിക്കാം. എന്നാൽ ഇയാളുടെ ആത്മവിശ്വാസം കെട്ടുപോയാൽ ചിലപ്പോൾ അത് 24 കൊല്ലം കൊണ്ട് പോലും അത് വീണ്ടെടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാനത് തിരികെ അയാളെ തന്നെ ഏൽപ്പിച്ചത് എന്നാണ് തോമസ് ആൽവ എഡിസൺ പറഞ്ഞത്. ലോകത്തെ കണ്ടുപിടുത്തങ്ങളോട് അത്ഭുതപ്പെടുത്തിയ ആളാണ് തോമസ് ആൽവ എഡിസൺ, നിങ്ങൾക്കറിയാം.